നമസ്കാരം. സൈഡ് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് റിമാൻഡിലാണ്, അതായത് ജയിലിനകത്താണ്. കാരണം എന്ന് പറയുന്നത് ഫേസ്ബുക്കിലും മറ്റുമായിട്ട് കണ്ടിട്ടുള്ള പരസ്യങ്ങൾ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ കണ്ടിട്ടുള്ള പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്വന്തം ബാങ്ക് അക്കൗണ്ട് വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് സൈബർ തട്ടിപ്പിന് ഉപയോഗിച്ചു എന്നുള്ളതാണ് കുറ്റകൃത്യം. ഈ കേസിൽ പിടിക്കപ്പെടുമ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. ഒരു കുറ്റവാളി ആയിട്ടായിരിക്കും ഇത്തരത്തിൽ സൈഡ് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളെ പോലീസുകാർ കാണുന്നത്. തീർച്ചയായിട്ടും അവരെ പിടിച്ച് ജയിലിനകത്തിട്ടിട്ട് തുടർന്നുള്ള നിയമ നടപടികൾ ഇവർ നേരിടേണ്ടി വരും. അത്തരത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇപ്പൊ നിലവിൽ കേരളത്തിൽ പിടിക്കപ്പെട്ടിട്ടുള്ളത്, പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികൾ. നമുക്കറിയാം, നമ്മുടെ കേരളത്തിനകത്ത് ദിവസേന എത്ര വാർത്തകളാണ് തട്ടിപ്പുകളെ കുറിച്ച് വരുന്നതെന്നുള്ളത്. ന്യൂസ് ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 1 കോടി നഷ്ടപ്പെട്ടവർ, 2 കോടി നഷ്ടപ്പെട്ടവർ, 3 കോടി നഷ്ടപ്പെട്ടവർ, ഇങ്ങനെ ഈ നഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പണം ചെന്നെത്തുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പ് വാടക അക്കൗണ്ടുകളിലാണ്. ഈ അക്കൗണ്ടിൽ നിന്ന് ഈ പണം ബാങ്ക് വാടകയ്ക്ക് കൊടുക്കുന്നവര് ക്രിപ്റ്റോ കറൻസി ആയിട്ട് വിദേശത്തേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് തട്ടിപ്പ് സംഘത്തിലെ തലവന്മാർക്ക്. അതുകൊണ്ടാണ് ഇതിൽ കണ്ണികൾ മാത്രം പിടിക്കപ്പെടുന്നു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ബാങ്ക് അക്കൗണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നവർ ഒരു കുറ്റവാളി തന്നെയാണ്, ഒരു ക്രൈം ചെയ്യുന്ന വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാങ്ക് അക്കൗണ്ട് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം എന്നുള്ള മെസ്സേജോ കാര്യങ്ങളോ ആരെങ്കിലും പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുകയാണെങ്കിലോ ഉടൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുക. മറ്റുള്ള സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.